ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയയുള്ള പ്രോബബിലിറ്റി, അതുമായി ബന്ധപ്പെട്ട തിയറീസുമാണ്. അടുത്തൊരു ക്ലാസ്സിൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന വേർഡിൻ്റെ മലയാള മീനിങ് സാധ്യത എന്നാണ്. പ്രോബബിലിറ്റി ഈസ് ദി ചാൻസ് ഓഫ് ഒക്യൂറിങ് ഓർ നോൺ ഒക്യൂറിങ് ഓഫ് ആൻ ഇവൻറ്റ് ഓർ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റ് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം നടക്കാനും നടക്കാതിരിക്കാനുള്ള സാധ്യതക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നമ്പർ ലേയിങ് ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റിയുടെ നമ്പർ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. ഇറ്റ് ഈസ് എ നമ്പർ ലേയിങ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ഈ ഒരു മീനിങ് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ചാൻസ് ഓഫ് ഒക്യൂറിങ് ഓർ നോൺ ഒക്യൂറിങ് ഓഫ് ആൻ ഇവൻറ്റ് ഓർ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ്. പിന്നെ അതുപോലെ തന്നെ പ്രോബബിലിറ്റിയുടെ ആൻസർ എപ്പോഴും എന്തിനായിരിക്കും? 0ക്കും 1നും ഇടയിലായിരിക്കും. ആ കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ ഫോർമുലയാണ്. ഈ ഒരു ഫോർമുല വരുന്നത് ക്ലാസിക്കൽ ഡെഫിനിഷൻ പ്രകാരമാണ്. പ്രോബബിലിറ്റിക്ക് പ്രധാനമായിട്ടും 3 ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്ന് ക്ലാസിക്കൽ ഡെഫിനിഷൻ, മറ്റൊന്ന് റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ, മറ്റൊന്ന് ആക്സിയോംസ്. അപ്പോൾ 3 ഡെഫിനിഷൻ അല്ലെങ്കിൽ 3 അപ്രോച്ചസ് എന്ന് പറയും. ക്ലാസിക്കൽ, റിലേറ്റീവ് ഫ്രീക്വൻസി, ദെൻ ആക്സിയോംസ്. അതിലെ ക്ലാസിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരം വരുന്ന ഇക്വേഷനാണ് താഴെ പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അല്ലേ, ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടലാണ്, എഫ് ഡിവൈഡഡ് ബൈ ടി ആണ്. ഓക്കെ അല്ല, കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ ഒരുവിധം എല്ലാ പ്രോബബിലിറ്റിയും ചെയ്യാറുള്ളത്. അല്ലേ, സപ്പോസ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയാണ്. അപ്പോൾ കോയിൻ്റെ 2 സൈഡ് ഉണ്ടാവുക. ഒരു സൈഡ് ഹെഡും ആയിരിക്കും, ഒരു സൈഡ് ടൈലും ആയിരിക്കും. ഇതിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യതയും 1/2 ആണ്, ടൈല് കിട്ടാനുള്ള സാധ്യതയും 1/2 ആണ്. ഇനി മറ്റൊരു കാര്യം നോക്കുക വെച്ചാൽ, ഇപ്പോൾ ഡൈ ആണെങ്കിൽ ഡൈസിൽ നമുക്കറിയാം, നമ്മൾ ഡൈസ് പല ഗെയിമിനും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 1 കിട്ടാനുള്ള സാധ്യതയും 1/6 ആണ്, 2 കിട്ടാനുള്ള സാധ്യതയും 1/6 ആണ്. ഏത് നമ്പർ 6 വരെയുള്ള നമ്പർ അതിലുണ്ടാവുക, അതിൽ ഏത് കിട്ടാനും എന്താണ് 1/6 ആണ് സാധ്യത. അപ്പോൾ 2 എക്സാമ്പിൾ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ്. അതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്. എന്താണ്? ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഹൂസ് ഔട്ട്കംസ് കാനോട്ട് ബി പ്രഡിക്റ്റഡ്. അതിൻ്റെ ഔട്ട്കം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വിത്ത് സെർട്ടനിറ്റി ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. അത് സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്ത്? റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, അതിൻ്റെ ഔട്ട്കം സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം ഔട്ട്കംസിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. എല്ലാവർക്കും അറിയാം, കോയിൻ എന്ന് പറഞ്ഞാൽ അൺബയസ്ഡ് ആണ്. ഒരു സൈഡ് എടുക്കുന്നില്ല, ചായവില്ല. അതിൻ്റെ ഒരു സൈഡ് ഹെഡും മറ്റൊരു സൈഡ് ടൈലുമാണ്. ഇതിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2 ആണ്, ടൈല് കിട്ടാനുള്ള സാധ്യതയും 1/2 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യുന്നതിന് മുമ്പ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കോയിൻ ടോസിന് മുമ്പ് ഇതിൽ ഹെഡ് വരുമ്പോൾ ടൈല് വരുമ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ പറഞ്ഞത് അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഔട്ട്കത്തിൻ്റെ പറഞ്ഞ പേരാണിത് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എക്സാമ്പിളാണ് ടോസിങ് എ കോയിൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ റോളിങ് എ ഡൈസ്. ഒരു ഡൈ ഇടുമ്പോൾ അതിൽ ഏത് നമ്പറാണ് വരിക എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ 6 നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ 6ൽ ഏത് വരും എന്ന് പറഞ്ഞില്ല നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെ, ചിലപ്പോൾ 5 കിട്ടാം, ചിലപ്പോൾ 6 കിട്ടാം, ചിലപ്പോൾ 1 ആയിരിക്കും കിട്ടുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്നതിന് മുമ്പ്, ആ ഡൈസ് റോൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് പറയാൻ പറ്റില്ല. ദെൻ കാർഡ് എടുക്കുകയാണ് ചീട്ടിൻ്റെ കേസിൽ. അതിൽ ഏത് കാർഡ് വരും, കിങ് വരുമോ, ക്യൂന് വരുമോ, അല്ലെങ്കിൽ ഏസ് വരുമോ എന്നൊന്നുമില്ല. നമുക്കത് ചെയ്യുന്നതിന് മുമ്പ്, അത് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് വേണ്ടൂ
പ്രഡിക്റ്റ് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഔട്ട്കം നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റാൻഡം എക്സ്പെരിമെൻ്റ് എന്നത്. അതായത് നമ്മൾ നടത്തുന്ന എക്സ്പെരിമെൻ്റ് ആണെന്ത് അല്ലെ റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ആ കോയിൻ ടോസ് ചെയ്യലാണെന്ത് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഡൈസ് എടുക്കുകയാണെങ്കിൽ ആ ചെയ്യുന്ന പ്രവണതയാണെന്ത് റാൻഡം എക്സ്പെരിമെൻറ്റ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിനെ പറയുന്ന പേരാണത് സാമ്പിൾ സ്പേസ്. ഇത് ഡിനോട്ട് ചെയ്യണത് എസ് എന്ന് പറയുന്ന സിമ്പിളുമായിട്ടാണ്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ആണെങ്കിൽ ഒരു കോയിൻ ടോസ് വെച്ചാൽ 2 പോസിബിൾ ഔട്ട്കംസാണ്. ഒന്നില്ലെങ്കിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടൈൽ കിട്ടും. ഇനി ഒരു ഡൈസ് എടുക്കുകയാണെങ്കിൽ റോളിങ് ഡൈസ് ആണെങ്കിൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഇത്രയും എന്തുണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയാണ് നമ്മൾ പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് എക്സ്റ്റിമേഷൻ യൂസിങ് റിലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയുടെ എക്സ്റ്റിമേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് പറഞ്ഞിരുന്നു, ക്ലാസിക്കൽ അപ്രോച്ച്. ആ ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരം എങ്ങനെ പ്രോബബിലിറ്റി കണ്ടെത്താമെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് വരുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ആണെന്ത് റിലേറ്റീവ് ഫ്രീക്വൻസി. എ റിലേറ്റീവ് ഫ്രീക്വൻസി എസ്റ്റിമേറ്റ് പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ ആക്ച്വൽ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു അപ്രോച്ച് പ്രകാരം പ്രോബബിലിറ്റി നമ്മൾ കണ്ടെത്തുക, എസ്റ്റിമേറ്റ് ചെയ്യുക എന്തിൻ്റെ ബേസിലാണ്? ആക്ച്വലായിട്ടുള്ള ഒബ്സർവേഷൻ്റെയോ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിൻ്റെയോ ബേസിലാണ് റിലേറ്റീവ് ഫ്രീക്വൻസി പ്രകാരം പ്രോബബിലിറ്റി കണ്ടെത്തുക. ഇനി ഇത് കണ്ടെത്താനുള്ള ഫോർമുല നമ്പർ ഓഫ് ടൈംസ് ദി ഇവൻറ്റ് ഒക്കർ, എത്ര സമയമാണ് ഒരു ഇവൻറ്റ് ഒക്യൂർ ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. അപ്പോൾ നമ്പർ ഓഫ് ടൈം ദ ഇവൻറ്റ് ഒക്യൂർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽ ആണിത് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് പ്രകാരം പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരം പറഞ്ഞിരുന്നു അല്ലേ, ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടലാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 100 ടൈംസ് ആൻഡ് ഹെഡ് അപ്പിയർ 55 ടൈംസ്. ഒരു കോയിൻ ടോസ് ചെയ്യുക, 100 തവണയാണ് കോയിൻ ടോസ് ചെയ്യുന്നത്. അതിൽ 55 തവണ ഹെഡ് ലഭിച്ചു. അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ കാണുക? 55 തവണയാണ് എന്തുള്ളത് അല്ലേ ആ ഇവൻറ്റ് ഹാപ്പൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഒബ്സർവേഷൻ. 55 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ 0.55 എന്ന് കിട്ടും. കൃത്യമായിട്ട് മനസ്സിലാക്കുക റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ചിലെ ഇക്വേഷൻ എന്താണ്, അതിലെങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടെത്തുക. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇവൻറ്റ്. ആൻ ഇവൻറ്റ് ഈസ് എനി സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് കണ്ടെയ്നിങ് 1 or more ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിലെ അല്ലേ സബ്സെറ്റാണ്. അപ്പോൾ ഒരു സാമ്പിൾ സ്പേസ് അല്ലേ ഓൾ എലമെൻ്ററി ഔട്ട്കംസ് ആണെന്ത് സാമ്പിൾ സ്പേസ്, അതിൻ്റെ സബ്സെറ്റിന് പറഞ്ഞ പേരാണെന്ത് ഇവൻറ്റ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിലെ എല്ലാ പോസിബിളായുള്ള ഔട്ട്കംസിനും നമ്മൾ എന്ത് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്, അതിൻ്റെ സബ്സെറ്റിന് പറഞ്ഞ പേരാണെന്ത് ഇവൻറ്റ്. ഇനി നമുക്ക് ഒരുപാട് ഇവൻ്റ് ഉണ്ട്, ഓരോ ടൈപ്സും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ ടൈപ്പാണ് സിമ്പിൾ ഇവൻറ്റ് അല്ലെങ്കിൽ എലമെൻ്ററി ഇവൻറ്റ് എന്ന് പറയും. എ സിമ്പിൾ ഇവൻറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 ഔട്ട്കം ഫ്രം സാമ്പിൾ സ്പേസ്. അപ്പോൾ സാമ്പിൾ സ്പേസിലെ ഓൾ എലമെൻ്ററി ഔട്ട്കംസ് നമ്മൾ സാമ്പിൾ സ്പേസ് പറയുന്നത്, അതിലെ ഒരു ഔട്ട്കത്തിനെ പറഞ്ഞ പേരാണിത് സിമ്പിൾ ഇവൻറ്റ്. സാമ്പിൾ സ്പേസിലെ ഒരു ഔട്ട്കം, ഓൺലി 1 ഔട്ട്കം ഫ്രം സാമ്പിൾ സ്പേസ്. എക്സാമ്പിൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്? ഒരു ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈ എടുക്കുമ്പോൾ അല്ലേ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഗെറ്റിംഗ് 3 അതൊരു സിമ്പിൾ ഇവൻ്റാണ്. 3 കിട്ടുക എന്നത് എന്താണ്? ഒരു സിമ്പിൾ ഇവൻ്റാണ്. അപ്പോൾ ഒരു ഔട്ട്കം, ഓൺലി 1 ഔട്ട്കം, അതിനെ പറഞ്ഞ പേരാണത് സിമ്പിൾ ഇവൻറ്റ്. സാമ്പിൾ സ്പേസിലെ ഒരു ഔട്ട്കത്തിന് പറഞ്ഞ പേരാണ് സിമ്പിൾ ഇവൻറ്റ് അല്ലെങ്കിൽ എലമെൻ്ററി ഇവൻറ്റ്. കൃത്യമായിട്ട് അതിൻ്റെ
മീനിങ്ങും മനസ്സിലാക്കുക, എക്സാമ്പിളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഇവൻ്റാണ് കോമ്പൗണ്ട് ഇവൻറ്റ്. എ കോമ്പൗണ്ട് ഇവൻറ്റ് കണ്ടെയ്ൻ മോർ ദാൻ വൺ ഔട്ട്കംസ്. അപ്പോൾ സിമ്പിൾ ഇവൻറ്റിൽ എന്തായിരുന്നു, ഒറ്റ ഔട്ട്കം ആയിരുന്നു. ഇവിടെ മോർ ദാൻ വൺ ഔട്ട്കം. എക്സാമ്പിൾ ഇവൻറ്റ് ബി ഗെറ്റിംഗ് ഈവൻ നമ്പർ. അപ്പോൾ നമ്മൾ ഡൈസിൽ ഈവൻ നമ്പർ കിട്ടാനും 2 വരാം, 4 വരാം, 6 വരാം. അപ്പോൾ ഇവിടെ എന്തുണ്ട്, മോർ ദാൻ വൺ ഔട്ട്കംസ് ആണ് അല്ലേ. എക്സാമ്പിൾ എന്താണ്, ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത. ഇനി ഓഡ് നമ്പറും ആവാം. അപ്പോൾ കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ഔട്ട്കംസ്. സിമ്പിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ഔട്ട്കം, കോമ്പൗണ്ട് മോർ ദാൻ വൺ ഔട്ട്കം അല്ലേ. ഇറ്റ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ഔട്ട്കംസ് ആണ്. ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഇവൻറ്റ്. അപ്പോൾ മൾട്ടിപ്പിൾ ഔട്ട്കം വരുന്നതാണെന്ത്, കോമ്പൗണ്ട് ഇവൻറ്റ്. നെക്സ്റ്റ് മൂന്നാമത്തെ ഇവൻ്റാണ് സെർട്ടൈൻ ഇവൻറ്റ് അല്ലെങ്കിൽ ഷുവർ ഇവൻറ്റ് പറയും. എ സെർട്ടൈൻ ഇവൻറ്റ് ഈസ് ആൻ ഇവൻറ്റ് ദാറ്റ് ആൾവേസ് ഒക്കർ. എന്തായാലും വരും. ഇറ്റ്സ് പ്രോബിലിറ്റി ഈസ് 1 ആയിരിക്കും. അതിൻ്റെ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 7 വെൻ എ ഡൈ ഈസ് ട്രോൺ. നമ്മൾ ഡൈ ട്രോൺ ചെയ്യുമ്പോൾ അല്ലേ, 7ൽ കുറഞ്ഞൊരു നമ്പർ എന്തായാലും ലഭിക്കും. 6 നമ്പറല്ല, അപ്പോൾ 7ൽ കുറഞ്ഞത് എന്തായാലും ലഭിക്കും. ഇനി മറ്റു എക്സാമ്പിൾ പറയാം. ഒരു ബോക്സിൽ 10 വൈറ്റ് ബാൾ ഉണ്ട്. അതിൽ വൈറ്റ് ബാൾ കിട്ടാനുള്ള സാധ്യത അല്ലേ. അതിൽ ഏത് ബാൾ എടുത്താലും എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഷുവർ ഇവൻ്റ് ആണ് അല്ലെങ്കിൽ സെർട്ടൈൻ ഇവൻ്റ് ആണ്. കൃത്യമായിട്ട് ഓരോ ടേമും അതിൻ്റെ എക്സാമ്പിളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ഇവൻ്റാണ് ഇമ്പോസിബിൾ ഇവൻറ്റ്. ഷുവർ ഇവൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണിത് ഇമ്പോസിബിൾ ഇവൻറ്റ്. ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ് ക്യാൻ നെവർ ഒക്കെ, ഒരിക്കലും വരാത്ത ഇവൻ്റാണിത് ഇമ്പോസിബിൾ ഇവൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഒരു ബോക്സിൽ 10 വൈറ്റ് ബാൾ ഉണ്ട്. ഇതിൽ നിന്നൊരു ബ്ലാക്ക് ബാൾ കിട്ടുകയാണെങ്കിൽ ഇമ്പോസിബിൾ ആണ്. കാരണം എന്താ, എല്ലാ ബാളും വൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും. ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും. ഗെറ്റിംഗ് 8 ഓൺ ഡൈ ഇസ് ട്രോൺ അല്ലേ. ഡൈ ഡ്രോ ചെയ്യുമ്പോൾ 8 കിട്ടുക, എന്തില്ല, ഡൈസിൽ എന്തില്ല, 8 ഇല്ല. പിന്നെ അതിൽ 8 കിട്ടുമെന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന ഇവൻ്റാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. 2 ഇവൻറ്റ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. 2 ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. ഇഫ് ദേ കാനൗട്ട് ഒക്കർ അറ്റ് ദി സെയിം ടൈം. ഇത് രണ്ടും എന്ത് ചെയ്യില്ല, ഒരുമിച്ചില്ല. അപ്പോൾ 2 ഇവൻറ്റുകൾ ഒരുമിച്ച് സംഭവിക്കില്ലെങ്കിൽ അപ്പോൾ പറഞ്ഞാണിത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് കാനൗട്ട് ഒക്കർ സെയിം ടൈം. ഈ സെൻറ്റൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ഫോർമുല എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നോട്ട് 0. എക്സാമ്പിളാണ് എ സിംഗിൾ ഡൈ ത്രോ. ഒരു സിംഗിൾ ഡൈ ത്രോ ചെയ്യാണ്. അതിൽ എ ഈക്വൽ ടു ഗെറ്റിംഗ് 2, ബി ഈക്വൽ ടു ഗെറ്റിംഗ് 5. ഇതെന്ത് ചെയ്യില്ല, രണ്ടും ഒരുമിച്ച് ലഭിക്കില്ല. അപ്പോൾ അത്തരം ഇവൻറ്റിന് എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണിത് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. ഇവൻറ്റ് ദാറ്റ് ക്യാൻ ഒക്കർ ടുഗദർ. 2 ഇവൻറ്റും ഒരുമിച്ച് സംഭവിക്കും. അതിനാണ് എന്ത് പറയുന്നത് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കുക, 2 ഇവൻറ്റുകൾ ഒരുമിച്ച് സംഭവിക്കുമെങ്കിൽ അതിനെയാണ് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. 2 ഇവൻറ്റുകൾ ഒരുമിച്ച് സംഭവിക്കില്ലെങ്കിൽ അതിനെ പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത 2, 4, 6 ആണ്. അതുപോലെ തന്നെ ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 3 അല്ലേ. ഇവിടെ എന്തുണ്ട്, 4 കിട്ടും, 5 കിട്ടും, 6 കിട്ടും. അപ്പോൾ ഇതിൽ രണ്ടിലും ഒരുമിച്ച് എന്ത് ചെയ്യും, ഏത് കിട്ടുന്നുണ്ട്, 4 കിട്ടുന്നുണ്ട്, 6 കിട്ടുന്നുണ്ട്. ഇതാണെന്ത് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റും നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ഇവൻ്റാണ് ഹെസ് ഹോസ്റ്റീവ് ഇവൻറ്റ്. എ സെറ്റ് ഓഫ് ഇവൻറ്റ് ഈസ് ഹെസ് ഹോസ്റ്റീവ് ഇഫ് ടുഗദർ ദേ കവർ ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിലെ എല്ലാ പോസിബിൾ ഔട്ട്കംസും കവർ ചെയ്യുന്ന ഇവൻറ്റിനെ പറയുന്ന പേരാണ് എസ് ഹോസ്റ്റീവ് ഇവൻറ്റ്. ഫോർമുല എ യൂണിയൻ A2 യൂണിയൻ A3 അങ്ങനെ AN വരും. അപ്പോൾ
അപ്പോൾ ഒരു സാമ്പിൾ സ്പേസിലെ എല്ലാ ഔട്ട്കംസിനെയും കവർ ചെയ്യുന്നതാണെന്ത് എസ് ഹോസ്റ്റ് ഇവൻറ്റ്. ഹെഡ് അല്ലേ, എന്താണ് എക്സാമ്പിൾ എന്താണ്, വെന ടോസിങ് കോയിൻ ഹെഡ് കിട്ടുക ടൈൽ കിട്ടുക. അതായത് എ യൂണിയൻ ബി എന്തിന് ഈക്വൽ ആയിരിക്കും, എ യൂണിയൻ ബി എക്സിന് ഈക്വൽ ആയിരിക്കും, എല്ലാ സാമ്പിൾ സ്പേസിനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. എല്ലാ പോസിബിൾ ഔട്ട്കംസും അതായത് സാമ്പിൾ സ്പേസ് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന ഇവൻ്റ് ആണിത് എസ് ഹോസ്റ്റ് ഇവൻറ്റ്. ഇവൻ്റാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്. ഇവൻറ്റ് ഹാവിങ് സെയിം ചാൻസ് ഓഫ് ഒക്യൂറിങ് ആർ കാൾഡ്. ഒരേ സാധ്യതയാണ് കിട്ടാണെങ്കിൽ അതിനെ പറയുന്നത് ഈക്വലി ലൈക്ലി ഇവൻറ്റ്. സപ്പോസ് കോയിൻ ടോസിങ് തന്നെ അല്ലേ, ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2 ആണ്, ടൈൽ കിട്ടാനുള്ള സാധ്യതയും 1/2 ആണ്. ഇതെന്താണ്, ഒരു ഈക്വലി ലൈക്ലി ഇവൻ്റ് ആണ്. കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ഇവൻ്റാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. 2 events are independent if occurrence of one does not affect the occurrence of another. ഒരു ഇവൻറ്റിൻ്റെ റിസൾട്ട് മറ്റൊരു ഇവൻറ്റിനെ ബാധിക്കുന്നില്ലെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. ഒരു ഇവൻറ്റിൻ്റെ റിസൾട്ട് മറ്റൊരു ഇവൻറ്റിനെ ബാധിക്കുന്നില്ലെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. ഫോർമുല എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി അല്ലേ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു ഇവൻറ്റ് മറ്റൊരു ഇവൻറ്റിനെ ബാധിക്കില്ല. നമ്മൾ ഡൈ ത്രോ ചെയ്യുമ്പോഴും ഒന്നിൻ്റെ റിസൾട്ട് മറ്റൊന്നിനെ ബാധിക്കില്ല. നെക്സ്റ്റ് വരുന്ന ഇവൻ്റാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. 2 events are dependent if occurrence of one affected the probability of another. ഒരു ഇവൻറ്റിൻ്റെ റിസൾട്ട് മറ്റൊരു ഇവൻറ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. ഡ്രോയിങ് 2 കാർഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് അല്ലേ, 2 കാർഡുകൾ നമ്മൾ എടുക്കുമ്പോൾ റീപ്ലേസ്മെൻറ്റ് 2 കാർഡ് എടുക്കുമ്പോൾ അതെന്ത് ആദ്യം എടുത്തത് മറ്റൊന്നിനെ ബാധിക്കുന്നുണ്ട്. ഫസ്റ്റ് കാർഡ് ഡ്രോ അഫക്റ്റഡ് ദി സെക്കൻഡ് ഡ്രോ. ഫസ്റ്റ് എന്ത് ചെയ്യും, സെക്കൻഡിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഇവൻറ്റ്, അതിൻ്റെ ടൈപ്സും കൃത്യമായിട്ട് പറഞ്ഞു, ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് അൽജിബ്ര ഓഫ് ഇവൻറ്റ്. അൽജിബ്ര ഓഫ് ഇവൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് മാത്തമാറ്റിക്കൽ റൂൾസ് ഓഫ് പ്രോബിലിറ്റി ആണ്. അതായത് പ്രോബിലിറ്റിയിൽ മാത്സ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് അൽജിബ്ര ഓഫ് ഇവൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അൽജിബ്ര ഓഫ് ഇവൻറ്റ് ഡീൽസ് വിത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓൺ ഇവൻറ്റ്സ് ഇൻ പ്രോബിലിറ്റി. അപ്പോൾ ഇവൻറ്റുകൾ, പ്രോബിലിറ്റിയിലെ ഇവൻറ്റുകൾ മാത്തമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് അൽജിബ്ര ഓഫ് ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ക്ലാസ്സിൽ നല്ലവണ്ണം ഈ ഒരു ഭാഗത്തിന് പ്രാധാന്യം നൽകാം. ഇതിലെ ഒന്നാണ് എ യൂണിയൻ ബി. യൂണിയൻ ഇവൻ്റാണ് എ യൂണിയൻ ബി, അല്ലെങ്കിൽ നമ്മൾ പറയും എ ഓർ ബി എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് ബി ആണ്. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി, ഇൻ്റർസെക്ഷൻ ഇവൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി ആണ്. ദെൻ എ കോംപ്ലിമെൻ്ററി, 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആണെന്ത് എ കോംപ്ലിമെൻ്ററി. ഇതിൻ്റെ പറഞ്ഞ എന്താ കോംപ്ലിമെൻ്ററി ഇവൻ്റ് ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്ററി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി. ദെൻ നെക്സ്റ്റ് ആണ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്ററി ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്ററി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യും. അപ്പോൾ അൽജിബ്ര ഓഫ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ റൂൾസ് ഓഫ് പ്രോബിലിറ്റി ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എഴുതുക. ഓക്കെ അല്ലോ, ഇത് യൂണിയൻ ബി ആണ്, ഇത് ഇൻ്റർസെക്ഷൻ ബി ആണ്, ഇത് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഇത് തന്നെ എന്ത് പറയും, യൂണിയൻ ഇവൻ്റ് എന്നും ഇൻ്റർസെക്ഷൻ ഇവൻ്റ് എന്നും കോംപ്ലിമെൻ്ററി ഇവൻ്റ് എന്നും പറയും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മാർജിനൽ പ്രോബിലിറ്റി. Marginal probability refers to the probability of occurrence of a single event without considering the occurrence of any other event. Marginal probability എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ്, ഒരു സിംഗിൾ ഇവൻറ്റ് വിത്തൗട്ട് കൺസിഡറിങ് മറ്റു ഇവൻ്റ് എന്തില്ല ബാധിക്കൂല. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യാം. വെൻ എ ഫയർ കോയിൻ ഈസ് ടോസ്ഡ്, അതിൽ ഹെഡ് വരാം ടൈൽ വരാം അല്ലേ, സാധ്യത എന്താണ് 1/2 ആണ്. അതായത് ഒന്നിനെ ബാധിക്കില്ല, അതാണെന്ന് പറഞ്ഞത് മാർജിനൽ പ്രോബിലിറ്റി. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ റിസൾട്ട് മറ്റൊരു ഇവൻറ്റിനെ ബാധിക്കില്ല, അതിനെ പറഞ്ഞ പേരാണ് മാർജിനൽ പ്രോബിലിറ്റി. അതിൻ്റെ എക്സാമ്പിളും
കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ആണ് ജോയിൻ്റ് പ്രോബബിലിറ്റി. ജോയിൻ്റ് പ്രോബബിലിറ്റി ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് 2 or more events occur together at the same time. രണ്ടോ അതിൽ കൂടുതലോ ഇവൻ്റ് ഒരേ സമയം സംഭവിക്കുന്നെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്? ജോയിൻ്റ് പ്രോബബിലിറ്റി. ഇറ്റ് മെഷേഴ്സ് ലൈക്ലിഹുഡ് ഓഫ് സൈമൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് ഇവൻ്റ്. ഇതെന്ത് ചെയ്യുന്നു? നമ്മൾ സൈമൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് ഇവൻ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. അപ്പോൾ ജോയിൻ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ഇവൻ്റ് ഒരേ സമയം സംഭവിക്കുമെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ജോയിൻ്റ് പ്രോബബിലിറ്റി. 2 or more ഇവൻ്റ് occur together at the same time. എഴുതുന്ന ടോപ്പിക്കാണ് ആക്സിയോംസ് ഓഫ് പ്രോബബിലിറ്റി. നമ്മൾ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അപ്രോച്ചിൽ 3 അപ്രോച്ചാണ് പറഞ്ഞു. ഒന്ന് ക്ലാസിക്കൽ അപ്രോച്ച്, മറ്റൊന്ന് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച്, മൂന്നാമത്താണ് ആക്സിയോംസ്. നമ്മുടെ സിലബസിൽ ഒരു സിംഗിൾ ടോപ്പിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് ആക്സിയോംസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആക്സിയോംസ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയും ഓഫ് പ്രോബബിലിറ്റി ആർ ഫണ്ടമെൻ്റൽ റൂൾസ് ഗിവൺ ബൈ കോൾമോർഗോ നൽകിയ ഒരു ഫണ്ടമെൻ്റൽ റൂൾസ് ആണെന്ത്? ആക്സിയോംസ് ഓഫ് പ്രോബബിലിറ്റി വിച്ച് ഫ്രം ദി ബേസ് ഓഫ് പ്രോബബിലിറ്റി തിയറി. ആ പ്രോബബിലിറ്റി തിയറിയിൽ 3 രീതിയിൽ നമ്മൾ പ്രോബബിലിറ്റി പറയുന്നു. ഒന്നാണ് ക്ലാസിക്കൽ, ക്ലാസിക്കൽ എന്താണ്? ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ ആണ്. ദെൻ 2 റിലേറ്റീവ്, അവിടെ എന്താണ്? ആക്ച്വൽ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ട്രയലാണ്. ഇനി ആക്സിയോംസ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ആക്സിയോംസ് ഉണ്ട്. ഒന്നാണ് നോൺ നെഗറ്റിവിറ്റി ആക്സിയോംസ്, 2 ട്രയൽ പ്രോബബിലിറ്റി ആക്സിയോംസ്, 3 അഡിഷൻ ആക്സിയോംസ്. അപ്പോൾ 3 ആക്സിയോംസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തത് നോൺ നെഗറ്റിവിറ്റി ആക്സിയോംസ് എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്റ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എപ്പോഴും 0ക്ക് ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നോൺ നെഗറ്റീവ് ഒരിക്കലും ഇല്ല, അവിടെ നെഗറ്റീവ് വരില്ല. അതിൻ്റെ മീനിങ് ആണ് പ്രോബബിലിറ്റി ക്യാൻ നെവർ ബി നെഗറ്റീവ്. എന്തില്ല? ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഇറ്റ് ക്യാൻ ബി 0 ഓർ പോസിറ്റീവ്. ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആക്സിയോമാണ് നോൺ നെഗറ്റീവ് ആക്സിയോംസ്. രണ്ടാമത്താണ് ട്രയൽ പ്രോബബിലിറ്റി ആക്സിയോംസ്. ദ പ്രോബബിലിറ്റി ഓഫ് ഹോൾ സാമ്പിൾ സ്പേസ് ആൾവേസ് ഈക്വൽ ടു 1. ഇവിടെ എല്ലാം ഈക്വൽ ടു 1ന് ഈക്വൽ ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ്, ഈക്വൽ ടു 1 ആയിരിക്കും. വൺ ഓഫ് ദി ഔട്ട്കം ഇൻ ദി സാമ്പിൾ സ്പേസ് മസ്റ്റ് ഒക്യുർ ഇൻ എവരി എക്സ്പെരിമെൻറ്റ്. ഒരു ഔട്ട്കം എല്ലാ എക്സ്പെരിമെൻറ്റിനും ബാധിക്കും. മൂന്നാമതാണ് അഡിഷൻ ആക്സിയോം. ഇഫ് 2 ഇവൻറ്റ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് then their probability of union is equal to the sum of their probability. അതായത് യൂണിയൻ എന്ത് ചെയ്യും? പ്രോബബിലിറ്റിയുടെ സമ്മിനെ ബാധിക്കും. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുക. എ യൂണിയൻ ബി ആണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ആ ഭാഗത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. ദെൻ അതിൻ്റെ ആൻസർ ഇവൻറ്റ് എ ആൻഡ് ബി കാനോട്ട് ഒക്കർ ടുഗദർ. രണ്ടും എന്തില്ല? ഒരുമിച്ച് വരില്ല. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3 ആക്സിയോംസ് ആണുള്ളത്. നോൺ നെഗറ്റീവ് ആക്സിയോംസ്, ട്രയൽ പ്രോബബിലിറ്റി ആക്സിയോംസ്, ദെൻ അഡിഷൻ ആക്സിയോംസ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കണ്ടീഷൻ പ്രോബബിലിറ്റി. ഇവിടെ ഒരു കണ്ടീഷനാണ്. ഇവിടെ 2 കാര്യങ്ങൾ വരിക. ഒന്ന് എ ഗിവൺ ബിയും മറ്റൊന്ന് ബി ഗിവൺ എയും. 2 കണ്ടീഷനാണുള്ളത്. എ ഗിവൺ ബിയും ബി ഗിവൺ എയും. കണ്ടീഷൻ പ്രോബബിലിറ്റി ഇസ് ദി പ്രോബബിലിറ്റി ഓഫ് ഒക്യുറൻസ് ഓഫ് വൺ ഇവൻറ്റ് വെൻ അനദർ ഇവൻറ്റ് ആസ് ആൾറെഡി ഒക്കേർഡ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ തരുമ്പോൾ മറ്റൊരു കാര്യം എന്ത് ചെയ്യും? ആൾറെഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കണ്ടീഷൻ എന്ന് പറഞ്ഞത് കണ്ടീഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫോർമുല കൃത്യമായിട്ട് മനസ്സിലാക്കാം. എ ബൈ ബി. നമുക്കിവിടെ എ ആണ് കണ്ടെത്തുന്നത്. ബി എന്തുണ്ട്? തന്നിട്ടുണ്ട്. എ ഗിവൺ ബി എന്നാണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ചെയ്ത് എന്ത് കിട്ടും? എ ഗിവൺ ബി കിട്ടും. ഇനി എന്തുണ്ട്? ബി ഗിവൺ എ യു ഉണ്ട്. അപ്പോൾ എന്താ ഇക്വേഷന്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. അപ്പോൾ കണ്ടീഷൻ പ്രോബബിലിറ്റി വളരെ എളുപ്പമുള്ള ഭാഗമാണ്. ഇതിൻ്റെയും പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രോബബിലിറ്റി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട തിയറീസും
ഡിസ്കസ് ചെയ്തു. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒക്കെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കുകളാണ്. ഓരോന്നും എന്താണ് ടേം എന്നും അതിൻ്റെ എക്സാമ്പിളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.